ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഹെൽത്തി തോരൻ. ഞാൻ ഇടയ്ക്ക് വീട്ടിലിങ്ങനെ ഉണ്ടാക്കാറുണ്ട് ചപ്പാത്തിക്കൊക്കെ. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിനകത്ത് കുരുമുളക് പൊടി, ഉപ്പും മഞ്ഞളും ഇട്ട് കുക്കറിനകത്തിട്ട് വേവിക്കാൻ വെക്കുക. അപ്പോൾ അതിനകത്ത് വെള്ളം തെളിഞ്ഞ് വരും. ആ വെള്ളം വറ്റിച്ച് ചിക്കൻ മാറ്റി വയ്ക്കുക. തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം അത് എല്ലില്ലാതെ ചെറുതാക്കി പിച്ചി ചെറുതാക്കി എടുത്ത് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് കുറച്ച് പെരിഞ്ചീരകം ഇടുക. എണ്ണ ഒഴിച്ചിട്ട് അതിന് നമുക്ക് എണ്ണ നല്ല എണ്ണ നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചാലും നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി. നല്ല ഓയിൽ ഒഴിച്ച് അതിനകത്തോട്ട് പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലതുപോലെ മൂപ്പിക്കുക. അതിനകത്തോട്ട് കുറച്ച് പച്ചമുളക്, കാരണം എരി കുറവാണ്, നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാറില്ല, കുരുമുളകും പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഒരു 2-3 ഇടുക. അത് നല്ലതുപോലെ എണ്ണയ്ക്കകത്ത് നല്ല മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം നമ്മൾ സവാള അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടാവൂ. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ആ സവാള ഇട്ട് നല്ല ഒരു ഫ്രൈ ആവണം. സവാള നമുക്ക് കുഴഞ്ഞു പോവരുത്, നമുക്ക് നല്ല വറുത്ത് കോരിയ പോലെ ഒരു ഇത്. പക്ഷേ ഒത്തിരി മൂക്കുകയും വേണ്ട, എന്നാലും നല്ല ഒരു ഇതായി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതിടുക. അതിന് ശേഷം അതിനകത്ത് നമ്മൾ കുറച്ച് കാബേജ്, കാരണം ഞാൻ കുറച്ച് ഹെൽത്തി ആയതുകൊണ്ട് വെജിറ്റബിൾസൊക്കെ കുറച്ച് ചേർക്കാറുണ്ട് അതിനകത്ത്. കുറച്ച് കാബേജ്, പിന്നെ കുറച്ച് ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇടാം, ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഇടാം. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ഹെൽത്തി വെജ് ചിക്കൻ്റെ ഒരു പ്രോട്ടീൻ കിട്ടും. അതിന് വേണ്ടിയാണ് ഇടുന്നത്. അതിട്ട് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിനകത്ത് നമ്മൾ പിച്ചി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലില്ലാതെ മാറ്റി വെച്ചേക്കുന്ന ആ ചിക്കനും കൂടെ അതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഒരു വഴറ്റി നല്ലൊരു ഫ്രൈ പോലെ ആക്കി എടുക്കുക. നല്ല ഫ്രൈ ആവണം, നല്ല ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ കുരുമുളക് പൊടി, ഉപ്പും പിന്നെ ഗരം മസാലപ്പൊടിയും, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനാണേ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം കളർ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എരിവോ മഞ്ഞളോ എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർക്കാം. ഉപ്പും അതിൻ്റെ കൂടെ. എനിക്കിപ്പോൾ കളർ കുറച്ച് കുറവായെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, ഗരം മസാലപ്പൊടി ഇട്ടു. ചിലർക്ക് ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ മസാലപ്പൊടി ഇടാം. ഞാൻ ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലപ്പൊടി ഇട്ടു. എന്നിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനെടുത്തു. നല്ല സൂപ്പറായിരുന്നു, നല്ല ഫുഡായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അഭിപ്രായം